രസം പൗഡറൊന്നും ചേർക്കാതെ നല്ല നാടൻ രുചിയിൽ തയ്യാറാക്കാവുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യമേ തന്നെ ഒരു കല്ലിനകത്തോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയാണ്. 1 ടീസ്പൂൺ മല്ലിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ആദ്യം ഒന്ന് കുത്തി ചതച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇതിലോട്ടേക്ക് നമ്മൾ ചെറിയ ജീരകം അഥവാ നമ്മൾ കറി ജീരകം എന്ന് പറയുന്നതുണ്ടല്ലോ, അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് ചതച്ചെടുക്കാം. എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി അടുത്തതായിട്ട് കുരുമുളകാണ്. കുരുമുളക് നമ്മളിത് ചേർക്കുന്നതിനേക്കാളും ഒരു 2 ടീസ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കുമ്പോഴാണ് രസം കഴിക്കാനാണെങ്കിലും നല്ലൊരു രുചി ഉണ്ടാകുക. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂണിനടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു 2 വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 4-5 എണ്ണമൊക്കെ എടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് കുത്തി ചതച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന രീതിയിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. നല്ല ചൂടായി വന്നിട്ടുള്ള പാത്രത്തിനകത്തോട്ടേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ്, നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഏകദേശം ഒരു 1/2 ടീസ്പൂണിനടുത്ത് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിനകത്തോട്ടേക്ക് ചേർക്കുന്നത് കുറച്ച് ജീരകമാണ്. നമ്മൾ നേരത്തെ ചേർത്ത കറി ജീരകം തന്നെ വളരെ കുറച്ച് മതി. കൂടെ തന്നെ കുറച്ച് നമ്മുടെ ഉലുവയാണ് ചേർക്കുന്നത്. 2 പിഞ്ചൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് രണ്ടും എണ്ണയിലിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 1-2 ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും മല്ലിയൊക്കെ കൂടിയുള്ള ഒരു കൂട്ടുണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് എണ്ണയിലിട്ടിട്ട്, അതൊക്കെ നമ്മൾ പച്ചയിൽ തന്നെ ഒന്ന് കുത്തി ചതച്ചെടുത്തിട്ടുള്ളതാണല്ലേ. അപ്പോൾ അത് എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി സമയമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് നമ്മുടെ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ തക്കാളി ചേർക്കുന്ന സമയത്ത് ഒരു ചെറിയ തക്കാളിയൊക്കെ എടുത്താൽ മതി കേട്ടോ. അത്യാവശ്യം നല്ല പഴുത്ത ഒരു ചെറിയ തക്കാളി, വലുതാണെങ്കിൽ ഒരു പകുതിയൊക്കെ എടുത്താൽ മതി. ഒന്നെങ്കിൽ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാം. ഞാനിപ്പോൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി വെന്ത് കുഴയുന്ന പാകത്തിനൊന്നും ഞാൻ ചെയ്തെടുക്കുന്നില്ല കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് നമ്മുടെ പുളി പിഴിഞ്ഞ വെള്ളം, വാളം പുളി നമ്മളൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലോട്ടേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തി എടുത്തിട്ട് അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്താൽ ഒന്ന് തിളച്ചെടുക്കണം. ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വളരെ കുറച്ചൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി, നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് കയറി നിൽക്കുമ്പോഴാണ് എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നിങ്ങൾക്ക് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായത് എണ്ണ മൂപ്പിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം ഒരു 2 കപ്പിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളം 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2 കപ്പ് വെള്ളം കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതായത് പുളിയൊക്കെ ചേർത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കൂടെ തന്നെ വളരെ കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെയാണ് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. രസം ഒന്ന് നന്നായി തിള വന്നതിന് ശേഷം ഇതിലോട്ടേക്ക് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് ചേർക്കുക. മല്ലിയിലയാണ് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. മല്ലിയില ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ട് ഒരു ചെറിയ തിള വന്നാൽ മാത്രം മതി. പിന്നെ കൂടുതൽ സമയം നമ്മൾ ഒരിക്കലും തിളപ്പിച്ചെടുക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ രസത്തിൻ്റെ കംപ്ലീറ്റ് രുചിയും അങ്ങ് നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് മല്ലിയില ചേർത്താൽ ഒന്ന് തിള വന്നതിന് ശേഷം അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. അപ്പോൾ നല്ല നാടൻ രുചിയിലുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.